ലോകത്തിലെ തന്നെ അത്ഭുത മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. മോറിസ് ഗുഡ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്. അദ്ദേഹത്തിന്റെ വിമാനത്തിൽ 1981 മാർച്ച് മാസം 10-ാം തീയതി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ വിമാനം തകർന്ന് താഴെ വീണ് തരിപ്പണമായി. അദ്ദേഹത്തിന്റെ ശരീരവും ഏകദേശം ആ രീതിയിൽ തന്നെ തകർന്ന് തരിപ്പണമായി. ശ്വസിക്കാൻ ശ്വാസനാളം പോലും ഇല്ലാതെ തകർന്ന് തരിപ്പണമായി. റോസ്പീറ്റർ എന്ന് പറയുന്ന ഒരു മെഷീനിലൂടെയാണ് അദ്ദേഹം ശ്വസിച്ചുകൊണ്ടിരുന്നത്. ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു, നിങ്ങൾ ഏകദേശം ജീവശവമായി, ഇനി നിങ്ങൾ ഒരിക്കലും ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്നുള്ളത് വിധി എഴുതി. പക്ഷെ അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റൽ ആ ബെഡിൽ കിടന്ന് ചിന്തിച്ചു, എന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ഡോക്ടർ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി തീരുമാനിക്കുന്നത്? അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? അപ്പോൾ അന്ന് മുതൽ, ആ നിമിഷം മുതൽ അദ്ദേഹം സ്വപ്നം കണ്ടു തുടങ്ങി. ആ ഹോസ്പിറ്റലിൽ നിന്നും അദ്ദേഹം വലിയ സന്തോഷത്തോടെ നടന്നു പോകുന്ന ഒരു സ്വപ്നം അദ്ദേഹം കാണുകയും, ഒന്ന് ആലോചിച്ചു നോക്കണം, ശ്വാസനാളം തകർന്ന തരിപ്പണമായി, നട്ടെല്ല് തകർന്ന തരിപ്പണമായി, അങ്ങനെ ശരീരത്തിലെ എല്ലാ എല്ലുകളും പൊട്ടി. അങ്ങനെ ഒരു മനുഷ്യനാണ് ആ ബെഡിൽ കിടന്ന് ചിന്തിക്കുന്നത്, ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് നടന്നു പോകുമെന്ന്. ഡോക്ടർമാർ പറയുന്നു, നിങ്ങൾ ഇനി നടക്കില്ല എന്ന്. അങ്ങനെ അദ്ദേഹത്തിന്റെ ചിന്ത അതിശക്തമായി പ്രവർത്തിക്കുകയും അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ വിഷ്വലായി കാണുകയും ഒക്കെ ചെയ്തു. പിന്നീട് സംഭവിച്ചത് എന്താണെങ്കിൽ, അദ്ദേഹം ശ്വസിച്ചുകൊണ്ടിരുന്നിരുന്ന റോസ്പീറ്റർ എന്ന് പറയുന്ന മെഷീൻ ഡോക്ടർമാരെടുത്ത് അഴിച്ചു മാറ്റുന്നതാണ്. അവർക്ക് തന്നെ അത്ഭുതമായി, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നു. പിന്നീട് കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ഹോസ്പിറ്റലിൽ നിന്ന് നടന്ന് പുറത്തേക്ക് പോകുന്നതാണ്. ഇതെല്ലാം തന്നെ അത്ഭുതകരമായ കാര്യമാണ്. അദ്ദേഹം പറയുന്നത്, ഇത് എൻ്റെ ചിന്തകൾ കൊണ്ട് സംഭവിച്ചതാണ്. ഞാൻ നടക്കുമെന്ന് ഞാൻ ചിന്തിച്ചു, ഞാൻ അത് വിഷ്വലായി കണ്ടു. അതുപോലെ തന്നെ ഞാൻ ശ്വസിക്കുമ്പോൾ ആദ്യം എനിക്ക് വേദനയുണ്ടായിരുന്നു, പിന്നീട് ഞാൻ അത് പതുക്കെ വീണ്ടും ശക്തിയായി ശ്വസിച്ചുകൊണ്ടിരുന്നു, പിന്നീട് അത് മാറി. അങ്ങനെ അത്ഭുതം സൃഷ്ടിച്ച ഒരു മനുഷ്യൻ മോറിസ് ഗുഡ്മാൻ. അദ്ദേഹത്തിന്റെ ഈ ഒരു കഥ തീർച്ചയായിട്ടും നമുക്ക് വളരെ മോട്ടീവാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും വലിയൊരു അപകടം നടന്ന് അദ്ദേഹത്തിന്റെ വിമാനവും തകർന്ന് അദ്ദേഹത്തിന്റെ ശരീരവും ഒക്കെ തന്നെ തകർന്നു. എന്നാലും അദ്ദേഹത്തിന് തകരാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് മനസ്സായിരുന്നു. ആ മനസ്സ് ശക്തമായി പ്രവർത്തിക്കുകയും ഈ പ്രപഞ്ചത്തോട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ നടക്കും, എനിക്ക് ശ്വസിക്കാൻ കഴിയും എന്നൊക്കെ. അപ്പോൾ നമ്മൾ എന്താണോ പ്രപഞ്ചത്തോട് പറയുന്നത്, അത് പ്രപഞ്ചം നമുക്ക് സാധിച്ചു തരും എന്നാണ് മോറിസ് ഗുഡ്മാൻ അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് ഈ ബുക്കിൽ പറയുന്നത്.